ഹലോ. ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഓരോ പേഷ്യൻറ്റിൻ്റെ സ്ട്രഗിളും സ്ട്രെസ്സും മാനേജ് ചെയ്യാൻ അറിയാതെ കഷ്ടപ്പെടുന്നതൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ക്ലിനിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഷെയർ ചെയ്യാൻ പോണത്. നമ്മുടെ ക്ലിനിക്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു മെയിൽ പേഷ്യൻ്റ് ആണ്. അറൗണ്ട് 40 to 45 ഇടയിൽ ഏജ് ഉള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു. ഹീസ് ആൻ IT പ്രൊഫഷണൽ. നമ്മുടെ അടുത്ത് വന്നത് കൈവേദനയായിട്ടാണ്. നമ്മൾ അസസ്മെൻ്റ് എടുത്തു. അസസ്മെൻറ്റിൽ ഒരു ജനറലൈസ്ഡ് ഇൻഫ്ലമേഷൻ ഉണ്ട്, ബോഡിയും മൊത്തം ഒരു ഇൻഫ്ലമേഷൻ ഉണ്ട്. പക്ഷേ ഇൻ ടു ഹിസ്റ്ററി പോകുമ്പോൾ ഹീ സ്ട്രഗ്ലിങ് എ ലോട്ട് വിത്ത് ഹിസ് പ്രഷർ, ലൈക്ക് വർക്ക് പ്രഷർ. ഹീസ് ഓൺ സ്ട്രെസ്. മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ലൈഫിലെ നീഡ്സിനെ ഓരോ ദിവസവും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതിൻ്റെ അങ്ങേയറ്റം സ്ട്രെസ്സിലാണ് അദ്ദേഹം. ഈ സ്ട്രെസ്സ് തന്നെ അദ്ദേഹത്തിൻ്റെ ഡൈജഷനെ അഫക്റ്റ് ചെയ്യുന്നു, മെറ്റബോളിസത്തെ അഫക്റ്റ് ചെയ്യുന്നു, അബ്സോർപ്ഷൻ പ്രോപ്പർ ആകുന്നില്ല, നറിഷ്മെൻറ്റ് പ്രോപ്പർ ആകുന്നില്ല. ദിസ് ഈസ് കോസിങ് ഹിസ് ഇൻഫ്ലമേഷൻ. പക്ഷേ ഈ ഇൻഫ്ലമേഷനിലേക്ക് എത്തുമ്പോൾ സ്ലോലി ഇറ്റ്സ് അഫക്റ്റിംഗ് ഹിസ് ബോൺസ്, ഹിസ് മസിൽസ്, ഇഞ്ചുറി ആകുന്നു. ഓരോ കണ്ടീഷൻസിലേക്ക് പതിയെ പതിയെ പോവുകയാണ്. പ്ലീസ് ഡു ലിസൺ. ഇനിയെങ്കിലും നിങ്ങൾ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണം. IT പ്രൊഫഷണൽ ആണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എനി പ്രൊഫഷൻ. പക്ഷേ ഹെൽത്തിന് വേണ്ടി സമയം കൊടുത്ത് അതിനെ ടേക്ക് കെയർ ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ ദിനചര്യകളാണെങ്കിലും ഓരോ ഭക്ഷണ രീതികളാണെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്കതിനെ ഹെൽത്ത് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഇൻക്ലൂഡ്സ് യുവർ മെൻ്റൽ ഹെൽത്ത് ടു. സോ പ്ലീസ് ഡു ടേക്ക് കെയർ അബൌട്ട് യുവർ ഹെൽത്ത്. വി ആർ ഹിയർ ടു സപ്പോർട്ട് യു.